ഹായ്, ഒരു ട്രിപ്പായാലോ? ഇന്ന് പോണത് ഏനിക്ക ബീച്ചിലേക്കാണ്. ഏനിക്ക ബീച്ചിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വർക്കലയാണ്. പിന്നെ വർക്കല എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലേസ് ആണല്ലോ. മെയിനായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. പിന്നെ ബീച്ചൊക്കെ ഇവിടെ സൂപ്പറാണ് കേട്ടോ. അപ്പം ഞാൻ ഏനിക്ക ബീച്ചിലോട്ട് പോണ വഴിയാണ് ഇപ്പം കാണുന്നത്. ഇതൊന്നും കുഴപ്പമില്ല കേട്ടോ. കുറച്ചുകൂടെ നടന്ന് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ വഴി ഇച്ചിരി ടാസ്ക്കാണ്. ശ്രദ്ധിച്ച് നമ്മൾ നടക്കണം. പ്രത്യേകിച്ച് ഹീലുള്ള ചെരുപ്പിട്ടൊന്നും പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ എത്തും. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഉരഞ്ഞ് വാരും. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു മെർമെയ്ഡിനെ കണ്ടത്. എന്നാൽ പിന്നെ അങ്ങോട്ട് പോയി വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നും പറഞ്ഞിരുന്നപ്പോഴോ മെർമെയ്ഡ് ഈ കാട് മൂടി കിടക്കുകയാണ്. അത് കാരണം മെർമെയ്ഡിൻ്റെ ഫുള്ള് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അവിടെയും ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടെ ഒതുങ്ങി നിൽക്കാനൊക്കെ പാടാണ്. ഇതിങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞൊരു വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് നമ്മൾ ശ്രദ്ധിച്ച് നടക്കണം. ക്യാമറയെ നോക്കി നടക്കുകയാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എപ്പം വന്ന് വീണെന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ട് ശ്രദ്ധിച്ച് നടന്നു പോകണം. അങ്ങനെ ബീച്ചിലേക്കുള്ള വഴി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെയും വഴികളുണ്ട് കേട്ടോ. ഇവിടെ തന്നെയാണ് പാപനാശം ബീച്ച്, ആലിറക്കം ബീച്ച് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഈ വഴിയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് എക്സൈറ്റഡും ഉണ്ട്. എനിക്ക് ഇങ്ങനത്തെ വഴികളിലൂടെയൊക്കെ പോകാൻ ഇഷ്ടമാണ്. എന്തുകൊണ്ടെന്ന് അറിഞ്ഞൂടാ, ഇഷ്ടമാണ്. അത്രയേ ഉള്ളൂ. പിന്നെ ഇരുവശത്തും ഇതുപോലെ കാട് പോലെയുള്ള ചെടികൾ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഈ പൂവൊക്കെയുള്ള യെല്ലോ കളർ പൂവൊക്കെയുള്ള ചെടിയൊക്കെ നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് അതിൽ നിന്നൊക്കെ പൂവൊക്കെ പിച്ചുന്നുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. കുറച്ച് നടക്കണം കേട്ടോ. ഈ കുന്നിൻ്റെ താഴോട്ടാണ്. അപ്പോൾ ഈ കുന്ന് ഇടിഞ്ഞ് ഇങ്ങോട്ടൊക്കെ വീണിട്ടുണ്ട്. ഇപ്പോഴൊന്നും അല്ല, കുറേ നാളായി. അപ്പം അതാണ് ഈ പ്ലേസ് ഇങ്ങനെയായിട്ട് കിടക്കുന്നത്. കണ്ടോ, ഇതാണ് ആ ഒരു കുന്ന്. അത് ഇടിഞ്ഞ് വീണ പോർഷനാണ് ഈ കാണുന്നത്. അങ്ങനെ ആ ബീച്ചിലോട്ട് എത്താറായിരിക്കുന്നു. അതാണ് ആ ബീച്ച്. ഞാൻ എന്നാലും കാണിക്കുകയാണ്. ആ വരികൾ കണ്ടോ, കല്ലൊക്കെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നടക്കണം കേട്ടോ. അങ്ങനെ ഫൈനലി നടന്ന് ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. എന്നാൽ ഒന്നും കൂടെ ആ ഒരു വ്യൂസ് ഒന്ന് കാണിക്കുകയാണ്. കണ്ടോ, ഞാൻ ഇറങ്ങി വന്ന വരി ഇതുകൊണ്ട് ആ വഴി കൂടെ ഞാൻ ഇറങ്ങി വന്നത്. ഇത് ആ മലയുടെ കുന്നിൻ്റെ ഭാഗം ഇടിഞ്ഞ് കിടക്കുന്ന ആ ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. അങ്ങനെ ബീച്ചിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. നല്ല ക്ലീൻ ആയിട്ടുള്ള കിടക്കുന്ന ബീച്ചാണ്. പോകുകയാണ് ഞാൻ. നല്ല വെയിലായിരുന്നു. ഒരു 4-4:30 മണിക്കാണ് പോയതെങ്കിലും ഒരു 2 മണിയുടെ ഒരു ഫീലിംഗ് ആയിരുന്നു അവിടെ. അപ്പോൾ ആ നല്ല ചൂടത്ത് ആ തണുത്ത വെള്ളം കാലിൽ വന്ന് വീഴുമ്പം നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പും പിന്നെ കാറ്റും ഉണ്ടായിരുന്നു. ഒരു ചൂടാണെങ്കിലും ബീച്ചിൽ നിൽക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. പറയാതിരിക്കാതെ ഒരുപാടങ്ങ് ഇഷ്ടമായി. ആ കാറ്റും എല്ലാം കൊണ്ടങ്ങനെ നിൽക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ബീച്ചിൽ പോയി ചുമ്മാ കാലിൽ വെള്ളം നനയ്ക്കുക, ഇച്ചിരി നടക്കുക, അവിടെ ഇരിക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ബീച്ചിലങ്ങോട്ട് ഒരുപാട് ഇറങ്ങുന്നത് ഇഷ്ടം. അങ്ങനെ വേവ്സുമായിട്ടൊന്ന് കളിക്കാമെന്ന് വിചാരിച്ച് തിരിച്ചിങ്ങനെ നടക്കുന്നു. എന്നിട്ട് അതിൽ കൂടെ തന്നെ എനിക്ക് കാല് വയ്ക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കൂടെ വേവ്സ് വന്നത് ഞാൻ പെട്ടെന്ന് നടന്നു. എനിക്കിങ്ങനെ വെള്ളം ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ നടന്ന് വെള്ളത്തിൽ ഇങ്ങനെ വെള്ളം കാലിൽ വന്ന് വീഴുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ തിരിച്ച് കയറിപ്പോയി. അതിന് ശേഷം മേളിൽ നിന്നുള്ളൊരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാനും അതിന് വേണ്ടിയിട്ടാണ് ഇതെടുത്തത്. മേളിൽ നിന്ന് വെച്ചാൽ നല്ല ഒരു വ്യൂ ആണ് കേട്ടോ. താഴെ നിന്ന് കാണുന്നതിനെ കാട്ടി ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിരുന്നു മേളിൽ നിന്ന് ആ ഒരു ബീച്ചിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.